ലാലേട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാ മലയാളിയുടെ മനസ്സിലുള്ള ആ ഒരു ഫീല് തന്നെയാണ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. കാരണം രണ്ടാമത്തെ മൂവി ആയിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ടെൻഷനും കുറച്ചൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ദേവിയെ തൊഴുതുകൊണ്ടാണ് ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈകുന്നേരവും ദീപാരാധന തൊഴുതുകൊണ്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് വൈൻഡ് ഡൗൺ ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ഡാൻസ് ക്ലാസ്സുകൾ. ഒരു ചേട്ടൻ ഫിഗർ എന്ന് നമ്മൾ മനസ്സിലേക്ക് കാണുമ്പോൾ ഇൻഡസ്ട്രിയിലെ തന്നെ ആരുടെ മുഖമായിരിക്കും ദിവ്യയുടെ മനസ്സിലേക്ക്? സുരേഷ് ചേട്ടൻ അല്ലേ, എപ്പോഴും കൂടെ ഉണ്ട്. അത് ചേട്ടൻ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് എനിക്ക് പറയാൻ പറ്റും. അവർ രണ്ടുപേരും, ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും. അപ്പൊ എന്റെ അടുത്ത് 5 വയസ്സിൽ വന്ന കുട്ടികളുടെ ഒക്കെ ഇപ്പോ ഓൾമോസ്റ്റ് കല്യാണം ആയി. ഇപ്പോ കല്യാണം കഴിച്ച അങ്ങനെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ 21 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പൊ ചെറിയ കുട്ടികളെ തൊട്ട് കാണുമ്പോ നമ്മളെ കാണുകയല്ലേ. മഞ്ജു ചേച്ചിയും ദിവ്യ നിങ്ങളൊക്കെ സിനിമ കാണാനായിട്ട് പോവായിരുന്നു ഇടയ്ക്ക് തിയേറ്ററില്. അങ്ങനെ ഒരു ഭയങ്കര ഫണ്ണായിരുന്നു അത്. ആ ട്രിവാൻഡ്രത്തെ കോളേജും വളരെ ബ്യൂട്ടിഫുൾ ആണല്ലോ. നമ്മളിങ്ങനെ കോടി നടന്ന് കൈനറ്റിക് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ ഷോർട്സ് വേണം നമ്മൾ രണ്ടുപേരും കൂടി ഉള്ളത്. അമ്മ പഠിപ്പിച്ച ക്ലാസ്സിന് ആണ് നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ടാണ് എന്നെ പ്രസവിച്ചതൊക്കെ അങ്ങനെയൊക്കെ. അപ്പൊ അമ്മ ടീച്ചറാണ്. ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ടേ അമ്മ ടീച്ചറാണ്. അന്ന് നമ്മൾ തുടങ്ങിയതാണ്. കാരണം നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്റെ തലയിൽ ഇങ്ങനെ അയ്യോ എത്ര ബ്രേക്ക് എടുക്കും, എത്ര നാൾ എന്ത് ചെയ്യും. പിന്നീടാണ് ഈ വെർച്വൽ ക്ലാസ് റൂമും അതും ഇതൊക്കെ പഠിച്ച് നിന്റെ പരീക്ഷ എത്തിയേ. അതോർത്ത് വേവലാതി വേണ്ടച്ച. അവളുടെ പഠിത്തം ടീച്ചിങ് കാർഡ് നോക്കിക്കോളൂ. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്. കുട്ടിക്കാലത്ത് തന്റെ കാലൊച്ചിയിൽ ഈണങ്ങൾക്ക് ചിറക് വിരിയിച്ച ഒരു പെൺകുട്ടി പിന്നീട് എപ്പോഴോ മനസ്സിലേക്ക് ഇടം പിടിച്ച നൃത്തത്തിന്റെ ലഹരി അവൾക്ക് ജീവിതത്തിനൊരു പ്രചോദനമായി. ചിലങ്കയിൽ സ്വപ്ന സാക്ഷാത്കാരം കൊതിച്ച ആ പെൺകുട്ടി പിന്നീട് മലയാള സിനിമാ ലോകത്തിന്റെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഭാഗമായി. നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ എല്ലാം മനം കവർന്നു. ടീച്ചിങ് കാർഡ് ബെസ്റ്റ് ഇൻഡിവിജ്വൽ ഓൺലൈൻ ട്യൂഷൻ പ്രസൻസ് സല്ലാപം പവേർഡ് ബൈ ഹാർവിയോര. ഇന്ന് നമ്മളോടൊപ്പം ആ പെൺകുട്ടി ഇന്ന് വളർന്ന് വലുതായി അമ്മയായി ദിവ്യ ഉണ്ണി. ഹായ് ദിവ്യ. സല്ലാപത്തിലേക്ക് സ്വാഗതം. കുഞ്ഞിലെ മുതലേ ഡാൻസ് 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 തൊട്ടടുത്ത് തന്നെ പഠിപ്പിക്കാൻ നല്ല ഒരു ഗുരു. ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു ആ ഒരു കാര്യത്തില്. നേരെ മുന്നില് നല്ല ഐശ്വര്യമുള്ള ഒരു ദേവീക്ഷേത്രം. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ചുറ്റുവട്ടത്തിൽ വളർന്നു വരുന്ന ദിവ്യ. ശരിക്കും ഏതൊരു കുട്ടിക്കും, ഞാനൊക്കെ പാലയിൽ നിന്നും ഈ മാഷിന്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ എത്രയോ ദൂരെ വരും. ദിവ്യക്ക് ഒരു മതിൽ നീങ്ങിയാൽ ഈ തൊട്ടടുത്ത് ഗുരു ഉണ്ട്, പ്രാർത്ഥിക്കാൻ മുമ്പിൽ ദേവിയുണ്ട്, ബ്ലസ്സി. അങ്ങനെ ഒരു ഐശ്വര്യപൂർണമായ ഒരു ആംബിയൻസും അവിടെ നിന്നുമാണ് ദിവ്യയുടെ തുടക്കം തന്നെ അല്ലേ? അതുകൊണ്ട് തന്നെയാണോ ഒരുപാട് കൃഷ്ണന്റെയും എനിക്കറിയാവുന്ന ദിവ്യ, ഇപ്പൊ എനിക്ക് പേഴ്സണലി അല്ലാതെ ഭയങ്കര പരിചയമുള്ള ഒരാളും കൂടിയാണ്. അപ്പൊ എനിക്കറിയാം ദിവ്യ എത്രത്തോളം റിലീജിയസ് ആണ്, ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പം ചെറുപ്പം മുതലേ അങ്കിളിന്റെ ആന്റിയൊക്കെ അറിയാവുന്നത് കൊണ്ടും കൃഷ്ണന്റെ കഥാപാത്രങ്ങൾ ചെയ്യുകയെ ഡാൻസിലൂടെ ഒരുപാട് ഉണ്ണിക്കണ്ണന്റെ വേഷം കെട്ടി പെർഫോമൻസ് എല്ലാം ചെയ്തതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം സത്യമല്ലേ? അതൊക്കെ സത്യമാണ്. ഒരു പക്ഷേ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടില് ജനിച്ചത് കൊണ്ട് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ദേവിയെ തൊഴുതുകൊണ്ടാണ് ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈകുന്നേരവും ദീപാരാധന തൊഴുതുകൊണ്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് വൈൻഡ് ഡൗൺ ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ഡാൻസ് ക്ലാസ്സുകള്. പിന്നെ അമ്മ ഭാരതീയ വിദ്യാഭവനില് ടീച്ചറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ടീച്ചേഴ്സിന്റെയും ഒക്കെ അറ്റൻഷൻ കിട്ടി, അവരുടെയും എല്ലാവരുടെയും ഗൈഡൻസ്. അങ്ങനത്തെ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടില് ജനിച്ചു വളർന്നതുകൊണ്ടാണ് ഇത്രയും ഒരു റിച്ച് ആയിട്ടുള്ള ഒരു വാല്യൂ ബേസ്ഡ് ചൈൽഡ്ഹുഡ് ആണ് എനിക്ക് കിട്ടിയത്. അതിപ്പോ ജസ്റ്റ് എനിക്ക് ദൈവമായിട്ട് എന്നെ അവിടെ എത്തിച്ചതാണ്. അല്ലാണ്ട് ഞാന് നമ്മൾക്ക് ഉള്ള ക്രെഡിറ്റ് ഒന്നും അല്ലാതെ. പിന്നെ വളരെ ബിസി ചൈൽഡ്ഹുഡ് ആയിരുന്നു. അതായത് ഒരു ഇപ്പോഴത്തെ കുട്ടികളുടെ പോലെ ഞാൻ എൻ്റെ പിള്ളേരോടൊക്കെ പറയും ഈ ടോയ് കളക്ഷൻ അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് ബോർഡ് ഗെയിംസ് കളിക്കുക അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം സ്കൂള് കഴിഞ്ഞാൽ പിന്നെ വേറെ കുറെ ക്ലാസ്സുകളാണ്. ട്യൂഷൻ, പിന്നെ ഡാൻസിന്റെ ക്ലാസ് ഉണ്ടാവും. അന്ന് എല്ലാം കുറച്ച് പോട്ടന്നുള്ളൽ, കഥകളി, കഥാപ്രസംഗം, കവിത, അതായത് ആസ്പുടത വരാൻ വേണ്ടി അങ്ങനെ എല്ലാത്തിന്റെയും ക്ലാസ്സുകള് ബാക്ക് ടു ബാക്ക്. സോ തിരക്കായിരുന്നു, തിരക്കുള്ള ചൈൽഡ്ഹുഡ് ആയിരുന്നു. പിന്നെ
കോമ്പറ്റീഷൻസ്. യൂത്ത് ഫെസ്റ്റിവൽ മാത്രമല്ല, നമുക്ക് കുട്ടികൾക്ക് അന്ന് കൊച്ചിയിൽ ഒരുപാട് സ്റ്റാലിയൻസ് ഉണ്ട്, ഫ്ലവർ ഷോ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 6 വയസ്സ് എത്തുന്നത് വരെ പങ്കെടുത്ത സ്മൈലിംഗ് കോൺടെസ്റ്റുകളുടെ എണ്ണം എത്രയാണെന്ന് എനിക്ക് പോലും അറിയില്ല. ലിറ്റിൽ മിസ് ആലുവ, ലിറ്റിൽ മിസ് കൊച്ചി, അങ്ങനെ ജസ്റ്റ് ആ ഒരു സ്റ്റേജ് ഫിയർ മാറാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എനിക്കറിയാം സ്റ്റേജ് ഫിയർ മാറാൻ വേണ്ടിയും ഒന്ന് യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുമാണ് അച്ഛനും അമ്മയും അന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതല്ല. കുറെ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ സ്മൈലിന് കിട്ടി അല്ലേ? അത് അന്ന് എങ്ങനെയാ? അത് അച്ഛനാണോ പഠിപ്പിച്ചു തരുന്നത്? അങ്കിളിന്റെ ആയിരുന്നോ അത് ആന്റിയുടെ ആയിരുന്നോ? നീ ഇങ്ങനെ ചിരിക്കും മോളെ, ഇങ്ങനെ ചിരിക്കുക, അത് അമ്മയായിരുന്നു ആ ട്രെയിനിങ് അല്ല? ആ ട്രെയിനിങ് ഒക്കെ അമ്മയാണ്. അച്ഛൻ PR വർക്കാണ്, അതായത് ഇന്നത് ഇവിടെ ഉണ്ട്, കൊണ്ടുപോവാം, അങ്ങനത്തെ കണ്ടുപിടിക്കില്ലേ, ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരണമല്ലോ. പിന്നെ ഉടുപ്പ് വാങ്ങാനൊക്കെ പോണം. എല്ലായിടത്തും പേപ്പറിൽ പടം വന്നാൽ, വിന്നർ ആയാൽ പടം വന്നാൽ ഒരേ ഉടുപ്പിട്ട് എല്ലായിടത്തും പോകാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഇവരുടെ ഒരു ടീം വർക്കായിരുന്നു. നമ്മുടെ PR ടീം ഗ്രൂമിങ്ങും PR ഒക്കെ വീട്ടിൽ തന്നെ ആയിരുന്നു. ഞാൻ വിചാരിച്ചു അങ്കിളിന്റെ ആയിരിക്കും അതിലൊക്കെ കൂടുതൽ. കാരണം ഞാനൊക്കെ കാണുമ്പോ ഡാൻസിനും സിനിമയിലേക്കും കൂടെ എപ്പോഴും. അന്നേരം അമ്മ കുറെ ബിസിയാവും, സ്കൂളിൽ പോകണം, പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്കിളിന്റെ അറ്റൻഷൻ എപ്പോഴും ഫീൽ ചെയ്യാം. അതുപോലെ അങ്കിള് മേക്കപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ദിവ്യ അതെ ഇവിടെ അത് വളരെയധികം അങ്കിള് ശ്രദ്ധിക്കുമായിരുന്നു. കൂടെ കൊണ്ടുപോയിട്ട് എല്ലാം ശ്രദ്ധിച്ച് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ ഒരു എന്താ പറയാ, ഇമ്പോസിങ് ആയിട്ടുള്ള അഭിപ്രായം പറയലല്ല അച്ഛൻ്റെ. അച്ഛൻ ഇങ്ങനെ എപ്പോഴും അവിടെ എന്ത് പറ്റി, നിനക്ക് ക്ഷീണായോ, അങ്ങനെ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ എപ്പോഴും നന്നായി തന്നെയാണ്. ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിരുന്നു എന്നൊരു ഫീല് നമുക്ക് തരുമായിരുന്നു അച്ഛൻ. അപ്പൊ അതുകൊണ്ട് അച്ഛന്റെ മാർക്ക് ഇടലിനെക്കാട്ടിലും അമ്മയുടെ അടുത്ത് നിന്നാണ് മാർക്ക് കിട്ടാൻ കുറച്ചും കൂടെ, അതായത് എന്റെ കറക്ഷൻസ് ഒക്കെ പറയുന്നത് കൂടുതലും അമ്മയാണ്. അവര് രണ്ടുപേരും കൂടെ ബാലൻസ് ചെയ്തതായിരിക്കണം. ഇപ്പൊ അച്ഛൻ അമ്മോട് പറഞ്ഞിരുന്നോ ഇത് പറയുന്നത് അതെനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നണില്ല. ആണല്ലേ? ഓക്കെ. അമ്മ ഇപ്പൊ ഞാൻ അതിന് തൊട്ട് മുമ്പ് ഇതേ നമുക്ക് മോണിറ്ററിലേക്ക് ഒന്ന് നോക്കിക്കേ, ഒരു പിക്ചർ കാണിച്ചു തരാം. ഓർമ്മയുണ്ട് എത്ര വയസ്സായിരുന്നു അത്? എനിക്കറിയില്ല. ഇതൊക്കെ ഒപ്പിച്ചു ഞങ്ങള്. ഇതൊക്കെ എവിടുന്ന് ഒപ്പിച്ചതായിരിക്കും? ഒന്നോ രണ്ടോ ഉണ്ടാവുമായിരിക്കും. ഇവരുടെ വളരെ എന്താ പറയാ, എന്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് ഈ ഫോട്ടോ ക്രേസ് എനിക്കും കിട്ടിയിട്ടുണ്ട്. എന്റെ അമ്മയ്ക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഡോക്യുമെന്റ് ചെയ്യല് ഭയങ്കരമായിട്ട്. ആദ്യം കമന്ന് വീണത്, പിന്നെ കാത് കുത്തിയതിന്റെ ഓർമ്മ, അങ്ങനെ കൊറേ ഇപ്പോഴും അമ്മ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് നറേറ്റ് ചെയ്യുന്നത് കേട്ടാൽ ഏകദേശം ഇന്നലെ നടന്ന പോലെ നമുക്ക് പറഞ്ഞു തരാൻ ഇപ്പോഴും പറയണൊക്കെ. പണ്ടുണ്ടല്ലോ ഇങ്ങനെ ഫ്രില്ലുള്ള, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ മുത്ത് വെച്ചിട്ട് ഇങ്ങനെ തൂങ്ങണ ഒരു ഉടുപ്പുണ്ടായിരുന്നില്ലേ? ഇപ്പോഴും കണ്ണിലുള്ള ടീച്ചറല്ലേ, ഒന്നും മറക്കില്ല, ഒക്കെ ഓർത്തുണ്ടാവും. പഠിച്ചതല്ല. പണ്ട് ഫോക്ക് ഡാൻസിന് ഇങ്ങനെ പച്ചത്തുണി വട്ടത്തിൽ ഇങ്ങനെ വെട്ടിയിട്ട് പിന്നെ വെള്ളയും പിന്നെ ഒരു മുത്തും വെച്ച് ഒരു കമ്മലുണ്ടാക്കിയില്ലേ? അങ്ങനെയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറയുമ്പോ ഞാൻ അങ്ങനെ. അപ്പൊ ഭയങ്കര ഡോക്യുമെന്റിങ് അമ്മയുടെ. അപ്പൊ അമ്മയുടെ കളക്ഷനിൽ നിന്നാണ്. അന്നേ സ്ക്രാപ്പ് ബുക്കിംഗ് ഒക്കെ ഉണ്ട് അമ്മയ്ക്ക്. എന്ന് വെച്ചാൽ പേപ്പറിൽ വരുന്ന എല്ലാ പിക്ചേഴ്സും എടുത്ത് ഒട്ടിച്ച് വെച്ച് അതിന്റെ താഴെ എഴുതി ഡീറ്റെയിൽസ് എഴുതി. അപ്പൊ അമ്മ ഇന്നത്തെ ടെക്നോളജി നല്ല രീതിയിൽ നിങ്ങളെക്കാട്ടിലൊക്കെ ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവും. പണ്ട് തന്നെ അമ്മ ഇതിന്റെ ഒക്കെ എന്താ പറയാ, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് നോക്കുകയും ചെയ്യണതാണ്. അതൊക്കെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയണത് തന്നെ. ശരിക്കും ഇത്തരത്തിലുള്ള ഫോട്ടോസ് ഇതൊക്കെ നമുക്ക് നല്ല മെമ്മറീസ് ആണ് എന്നും തരുന്നത് അല്ലേ? നമ്മൾ ശരിക്കും വിചാരിക്കാത്ത രീതിയിൽ. ഇനി ഒന്നും കൂടെ നോക്കിക്കോളൂ, മറ്റൊരു പിക്ചർ. ഇതാണ് ഫ്ലവർ ക്വീൻ. നമ്മുടെ എറണാകുളത്ത് അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള പാർക്കില്ലേ, അവിടെ എപ്പോഴും വരാറുണ്ടല്ലോ. അവിടെ എപ്പോഴും നടക്കുന്നതാണ്. ഇതിന് ഭയങ്കര പ്രിപ്പറേഷൻ ആണ്. അതാ തലയിലൊക്കെ വെച്ച് കെട്ടിയേക്കണ സാധനങ്ങളൊക്കെ കണ്ട. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നിന്ന് കൊടുക്കണം. എന്നിട്ട് നമ്മളുടെ മേത്താണ് ഇത് എല്ലാം വെച്ചിട്ട്, എന്നിട്ട് അതിനെ കാറിലൊക്കെ എടുത്തൊക്കെ ഇരുത്തണം. കാരണം പൂ ചതഞ്ഞു പോവില്ലേ? കോമ്പറ്റീഷൻ എന്താന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും വലിയ കണ്ടീഷൻ എത്രത്തോളം പൂക്കൾ ശരീരത്തിലെ ക്യാരക്ടറിന് വെക്കാം. ഏത് ക്യാരക്ടർ വേണമെങ്കിലും ആവാം. ഫ്ലവർ ഗേളും ആവാം, എന്ത് വേണമെങ്കിലും സിമ്പിൾ ആയിട്ടും ആവാം. ജസ്റ്റ് ഒരു പിള്ളേരുടെ മോട്ടിവേഷൻ വേണ്ടിട്ടാ. പക്ഷെ എന്റെ അച്ഛനും അമ്മയും അത് വളരെ കാര്യമായിട്ട് എടുത്ത് വളരെ ഇൻഡെപ്ത് ആയിട്ടാണ്
ചെയ്യാറുള്ളത്. അപ്പൊ അല്ലാതെ എന്നിട്ട് അതിട്ടിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ടോ? മൂവ്മെന്റ് ഒന്നുമില്ല. നമ്മൾക്ക് ഫാൻസി ഡ്രസ് ഇല്ലേ, ആ കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ ഫ്ലവർ ക്വീൻ ആയിട്ട്, അതായത് ഏത് ക്യാരക്ടർ ഞാൻ കഥകളിയൊക്കെ ശകുന്തളയാണ് അതിന്. സോ എത്രത്തോളം പൂ വെച്ചിട്ട് ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കാം. നമ്മൾ കഥകളി ചെയ്തിട്ടുണ്ട്, തെയ്യം ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിലെല്ലാം ഫ്രഷ് ഫ്ലവേഴ്സ് ചെയ്തു. ഫ്ലവേഴ്സ് എത്രത്തോളം നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് ഇത് കൊണ്ട് അതിനാണ് മാർക്ക് വരുന്നത്. ഇത് എന്റെ ഫസ്റ്റ് ഫ്ലവർ ഷോ ആയിരുന്നു. അന്നേ വിഗ് ഒക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് ഫുൾ. എത്രയാണെന്ന് അപ്പൊ കുടത്തിനും ഒക്കെ ചുറ്റിട്ട് ഫുൾ ഫ്ലവേഴ്സ്. പക്ഷെ വിദ്യനെയും ഇതേപോലെ അവര് ഉണ്ട്. വിദ്യയുടെ എന്നിട്ട് അതേപോലെ തന്നെയുണ്ടല്ലേ. 1-2 വർഷം എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങള് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഫ്ലവർ ഷോയിൽ ആദ്യം പോയി, ഇങ്ങനത്തെ കുറെ കോമ്പറ്റീഷൻ, അത് കഴിഞ്ഞിട്ട് നേരെ പുഞ്ചിരി മത്സരത്തിലേക്ക് പോയി. അത് രണ്ടും സൈമിൾട്ടേനിയസ് ഒരുമിച്ച് തന്നെയായിരുന്നു. ഏകദേശം അതെ. കാരണം ഇതെനിക്ക് തോന്നുന്നു ഏജ് ലിമിറ്റ് എത്തിയപ്പോ നിർത്തിയതാന്ന് തോന്നുന്നു. സ്വയം ഒരു കുറച്ചൊരു തിരിച്ചറിവ്. അല്ല, 10 വയസ്സായിട്ട് കഴിഞ്ഞാൽ ഇനി കംപ്ലീറ്റ് 10 വയസ്സ് വരെയുള്ളവർക്ക് കുട്ടികൾക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ അതുകൊണ്ട് ആണ് ഫ്ലവർ ഷോ നിന്നത്. അതുവരെ പോകാൻ പറ്റി, പിന്നെ 10 വർഷം പോയിന്നാണ് എന്റെ ഓർമ്മ. പ്രൈസും കിട്ടി ആണ് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവണം. പിന്നെ അതിനുശേഷം ആ പുഞ്ചിരി മത്സരത്തിൽ പങ്കെടുത്ത ഓർമ്മയുണ്ടോ? പോയിട്ട് നിന്നിങ്ങനെ പുഞ്ചിരിക്കുന്നതും ഒക്കെ. അതിനന്ന് ഒരു പടം ഉണ്ടായിരുന്നു, ഒരു വലിയ സീനിയർ ആക്ടേഴ്സ് ആണ്, ആശ ജയറാം എന്ന് പറഞ്ഞിട്ടൊരു, അവര് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് തന്നെ പോലെ ഒരു പടം എന്റെ ഓർമ്മയിലുണ്ട്. അമ്മയുടെ കളക്ഷനിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അന്നൊക്കെ പടങ്ങൾ കിട്ടാനും ഒന്ന് ആലോചിച്ച് നോക്കുക, അവരിട്ട എഫേർട്ട് അല്ലേ. കാരണം ഇതെടുക്കണ ഫോട്ടോഗ്രാഫേഴ്സ്, നമ്മളൊന്നും ആരും എത്ര വീടുകളിൽ അന്നൊക്കെ ക്യാമറ വെക്കും. അതെ, ആർക്കും അങ്ങനത്തെ ശീലമൊന്നുമില്ല. ഒരു കൊച്ചുണ്ടായാൽ തന്നെ അമ്മ പറയും 28-ന്റെ അന്നോ അത് കഴിഞ്ഞിട്ടോട്ടെ നമ്മുടെ ഫോട്ടോഗ്രാഫറെ ബുക്ക് ചെയ്ത് വിളിച്ച് ടീപ്പോയി ഇട്ട് അതിന്റെ മേലെ കവന്ന് കിടക്കണ പോലെ അങ്ങനെയൊക്കെയാണ് എന്റെ ആദ്യത്തെ ഫോട്ടോ എടുത്തതെന്നൊക്കെ പറയും. അപ്പൊ അത് ഫോട്ടോഗ്രാഫേഴ്സിനെ കണ്ടുപിടിച്ച് അതിന്റെ ഒരു കോപ്പി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെല്ലാം, അത് കണ്ടുപിടിച്ച് ആൽബം ആക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നീ ഇതുപോലെ കറക്റ്റ് ചേരും അമ്മ, ഫോട്ടോ കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ. അല്ല, നമ്മളൊക്കെ എന്ത് ഡോക്യുമെന്റിങ് ചെയ്യണേന്നാണ്. നമ്മളുടെ കയ്യിലിപ്പോ ഓപ്ഷൻസ് ഒരുപാടാ. പക്ഷെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ഈ കിടന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യണല്ല. അതെ അതെ, അതിലേലും നമ്മൾ കുറെ പിന്നെ ഫോണിൽ കുറെ എടുക്കും. പിന്നെ മെമ്മറി ഇതായി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലാപ്പിലേക്ക് പിന്നീട് പെട്ടെന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കൺഫ്യൂഷൻ ആവും, ഇതിൽ എവിടെയാ എന്തായാണെന്നൊക്കെ. പക്ഷെ അതൊക്കെ കറക്റ്റ് ആയിട്ട് അമ്മ വെക്കുന്നു എന്ന് പറയുന്നത് തന്നെ അതൊക്കെ വലിയൊരു ക്രെഡിറ്റ് തന്നെയാണ് കേട്ടോ. ഇതായിട്ട് ഇന്നിപ്പോ ആ പുഞ്ചിരി മത്സരത്തിൽ നിന്നത്, അല്ലെങ്കിൽ അവിടെ പോയി നിന്ന ഒരു പോസ്റ്റർ, ആ ഒരു മാനറിസം, അത് ഓർമ്മയുണ്ടോ ദിവ്യക്ക്? എങ്ങനെയായിരുന്നു അത് പ്രസന്റ് ചെയ്തതെന്ന്? അത് ടിപ്പിക്കലാണല്ലോ. നമ്മൾ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നിക്കണം എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഫ്രോക്ക് ആണെങ്കിൽ ഫ്രോക്ക് പിടിച്ചിട്ട് അങ്ങനെ നിക്കുമല്ലോ, ഇങ്ങനെ ഒരു ചിരി, തല ചരിച്ചൊരു ചിരി, എന്നിട്ട് പിന്നെ ഈ സൈഡ് എല്ലാവരെയും നോക്കി ചിരിക്കണം. അതായിരുന്നു അന്നത്തെ ഇൻസ്ട്രക്ഷൻ. ഫ്രണ്ടിലുള്ളവർക്കും കാണാൻ പറ്റണം, സൈഡിലുള്ളവർക്കും കാണാൻ പറ്റണം, ഈ സൈഡിലേക്ക്. അപ്പൊ ഇങ്ങനെ എന്നിട്ട് തിരിച്ചു പോയി ലൈനിൽ നിൽക്കണം. എല്ലാവരും ഒന്നിച്ച് വിളിക്കും, എന്നിട്ട് ഓരോരുത്തരായിട്ട് വന്നിട്ട് പോണം. ഓക്കെ, ഒരു വലിയ നമ്പർ കാർഡും ഇതായിട്ടൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ അങ്ങനത്തെ കുറെ കുട്ടിക്കാലത്ത് നല്ല മെമ്മറീസ് ഇപ്പോഴും ഉണ്ട്. ഈ പറയുന്ന ദിവ്യക്ക് ഇന്നിപ്പോ 3 കുട്ടികളാണ്. ഈ 3 കുട്ടികളെ ഈ അമ്മ എന്താണ് ചെയ്യണത്? ഇതുപോലത്തെ കോമ്പറ്റീഷന് കൊണ്ടുപോവുകയോ ഇതേപോലെ എന്തെങ്കിലും വേഷം കെട്ടിക്കുകയോ ചെയ്തെല്ലാം ചെയ്തിട്ടുണ്ട്? ഒന്നിനും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാം. അതെന്താ, സ്വയം ഇതെല്ലാം അനുഭവിച്ച് ഇപ്പൊ നല്ല മെമ്മറീസ് ആയിട്ട് നന്നായിട്ട് ചെറിഷ് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ദിവ്യ ഒരു അമ്മയായപ്പോ എന്തുകൊണ്ട് സ്വന്തം മക്കളുടെ കാര്യത്തിൽ അങ്ങനെ ഒന്നും ചെയ്യാത്തത്? സ്വന്തം മക്കളുടെ കാര്യത്തില് ഞാന് ഡാൻസ് സ്കൂൾ വഴിയുള്ള ആ ഒരു ഇതാണ്, അതുവഴി തന്നെ അവർ ഇൻവോൾവ് ആണ്. അതായത് ഇപ്പോഴത്തെ രീതികൾ മാറിയല്ലോ. അപ്പൊ അവിടെ ഡാൻസ് പ്രോഗ്രാംസും പിന്നെ എന്താ പറയാ, അതല്ലാണ്ട് നമ്മുടെ സ്കൂളിന്റെ ആനുവൽ ഷോസ്, അല്ലാത്ത പ്രോഗ്രാംസ്, അതൊക്കെ കൂടെ അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രായമായപ്പോ അതല്ലാണ്ട് ഞാൻ വളരെ ചെറുപ്പത്തിലേ തന്നെ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ. ഞാനപ്പോ എന്റെ അമ്മ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോ അങ്ങനെ ചോദിക്കായിരുന്നു. ഞാൻ ആദ്യം തന്നെ എന്റെ ഡയലോഗാ മറ്റേതാണ്, ചെയ്യണേ ചെയ്താ മതി, ഞാനായിട്ട് ഫോഴ്സ് ചെയ്ത് ആരെ ഒന്നും ജയിപ്പിക്കാൻ പോകില്ല അങ്ങനെ. അല്ല, കാരണം എനിക്ക് തോന്നുന്നു എന്റെ പിള്ളേരുടെ അടുത്ത് അതേ നടക്കും. അല്ല, ഇന്നത്തെ പിള്ളേരുടെ അടുത്ത്
അതേ നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് അവര് ഇപ്പൊ എന്റെ അച്ഛനും അമ്മയിലും എന്റെ അമ്മയുടെ ടാക്ടിക് ആയിരുന്നു ഇങ്ങനെ പറയാ ചെയ്യൂ എന്ന് പറഞ്ഞോണ്ടേയിരിക്കുക. പക്ഷെ എന്റെ അച്ഛന്റെ ടാക്ടിക് ഇതായിരുന്നു, ഓ നീ വേണമെങ്കിൽ ചെയ്താ മതി ദിവ്യ. ഇല്ല അങ്ങനെയും പറയില്ല. അങ്ങനെ ഞാൻ എന്റെ ആറ്റിറ്റ്യൂഡിൽ ഞാൻ വളരെ നല്ല ആറ്റിറ്റ്യൂഡിൽ ദേഷ്യപ്പെട്ട എന്റെ പിള്ളേര് സാരമില്ലടി, അത് സാരമില്ല, അച്ഛൻ വിചാരിച്ചല്ലേ, നിനക്ക് ചെയ്യണ്ട, നീ ചെയ്യണ്ട, അച്ഛനല്ലേ വിചാരിച്ച, നീ ചെയ്യണ്ട. അപ്പൊ നമ്മൾ അയ്യോ ഞാൻ ചെയ്തോട്ടെ, ഞാൻ ചെയ്യട്ടെ, ഇമോഷണലി അവിടെ കേറി ലോക്ക് ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും വലുതായിട്ടാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷന് വിളിച്ചു, എന്താ ചെയ്ത് ഷൂട്ടുണ്ട്, പിന്നെ ഇനി നമ്മള് ഇപ്പൊ എങ്ങനെയാ അവിടെ പോവാം, സാരമില്ലടി ഞാനല്ലേ വാക്ക് പറഞ്ഞു, ഞാൻ മാറ്റി പറയാം. അപ്പൊ ഞാൻ ഏത് സാരി എടുക്കണം, ഞാൻ അങ്ങനെ. അപ്പോ പക്ഷെ എന്റെ പിള്ളേരുടെ അടുത്ത് അപ്പൊ ഞാൻ അങ്ങനെ പറയും, പറ്റില്ല സാരമില്ല, ഇല്ല അമ്മ ഞാൻ ചെയ്യാം എന്ന് പറയും കുറച്ചു നേരം കഴിഞ്ഞാല്. പിന്നെ അവർക്ക് ഇതിപ്പോ അമ്മയാണ് എന്നെ ട്രെയിൻ ചെയ്തിരുന്നത്, അതൊരു ഇൻഡിവിജ്വൽ, നമ്മൾ പുറത്തെ ബാക്കി പിയേഴ്സിനെ കാണുന്നത് അവിടെ ചെല്ലുമ്പോഴല്ലേ. പക്ഷെ എന്റെ പിള്ളേർക്ക് അങ്ങനെയല്ലല്ലോ, പിയേഴ്സിന്. താങ്ക് യു. ഇവിടെ ഇങ്ങനെയൊക്കെയാണോ? ഇതൊക്കെ ഉണ്ട്, കുടിച്ചുകൊണ്ട് സംസാരിക്കാം, എനിക്ക് വേണമെന്നില്ല. താങ്ക് യു. എന്റെ പിള്ളേർക്ക് കോൺസ്റ്റന്റ്ലി വേറെ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കണത് അവരെ കാണുകയല്ലേ. അപ്പൊ അവിടെ തന്നെ ഒരു ഞാനും പഠിക്കണം, അമ്മ ഇവരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള. വളരെ ചെറുതായിരുന്നപ്പോഴൊന്നും ഇല്ല കേട്ടോ, ചെറുതായിരുന്നപ്പോഴൊക്കെ അമ്മ അവരെ പഠിപ്പിച്ചോ ഞാൻ കണ്ടോളാം എന്നായിരുന്നു. അതിങ്ങനെ മാറി മറിഞ്ഞു വരും. ഞാൻ പറയണത് എന്താന്ന് വെച്ചാ എന്റെ ബാക്ക്ഗ്രൗണ്ടിലല്ല അവര്, അതെ, നമ്മള് വളർന്ന രീതിയേ അല്ല, ആ സാഹചര്യമേ അല്ല ഇപ്പൊ നമ്മുടെ കുട്ടികൾ വളരുന്നത്. സിറ്റുവേഷൻ അനുസരിച്ച് എപ്പോഴും മാറുമല്ലോ എന്തായാലും. പിന്നെ അവിടുത്തെ കുറെ എന്താ പറയാ ഈ സ്മൈലിംഗ് കോൺടെസ്റ്റ് അങ്ങനത്തെ കോമ്പറ്റീഷൻസ് ഒന്നും അമേരിക്കയിൽ അങ്ങനത്തെ ഇല്ല. ചെറിയ ഇപ്പോ രാമായണ ക്വിസ്, പെയിന്റിങ്, അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പക്ഷെ ഞാൻ കൂടുതലും ആ ഒരു കോമ്പറ്റീഷനിലേക്ക് കൊണ്ടുപോകാണ്ട് എനിക്ക് നമ്മളൊക്കെ വളർന്നു വന്ന സമയത്ത് അതൊരു പ്രചോദനമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു അതൊരു സ്ട്രെസ് ഫാക്ടർ ആവുന്നുണ്ട് വളരെ കോമ്പറ്റേറ്റീവ് ആവുമ്പോ. ഇപ്പൊ നമ്മള് പലയിടത്തും അങ്ങനെ കാണുന്നുണ്ടല്ലോ, അവർക്ക് അത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ചും കൂടി ഇപ്പൊ വർക്ക്ഷോപ്സ്, ഇപ്പൊ ശ്ലോക വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ കഥകൾ പഠിപ്പിക്കുന്ന വർക്ക്ഷോപ്പ്, പബ്ലിക് സ്പീക്കിംഗ് വർക്ക്ഷോപ്പ്, അങ്ങനത്തെ ഒക്കെ ഇല്ലേ, അങ്ങനത്തെയിലൊക്കെ അവരെ എൻറോൾ ചെയ്തപ്പോ കുറച്ച് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കേറും. പിന്നെ അവർക്ക് എപ്പോഴാ യൂസ് ചെയ്യേണ്ടി വരണേന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. ഇന്നത്തെ ഇപ്പൊ കോമ്പറ്റീഷൻ എന്ന് പറയണത് തന്നെ മാറി, കുറച്ചും കൂടെ വാശിയായിരുന്നു. നമ്മുടേതൊക്കെ കുറച്ചും കൂടെ നല്ല ഹെൽത്തി കോമ്പറ്റീഷൻസ് ആയിരുന്നു. നമുക്ക് അത്ര ഒരു നമുക്ക് മത്സരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അവരാളെ ഇതാക്കിയിട്ട് എനിക്ക് അവിടെ ജയിക്കണം അങ്ങനത്തെ ഒരു ഇത്, അതൊക്കെ ഇപ്പോഴാണ് ഇങ്ങനെ. അല്ല ഞാന് എന്താ പറഞ്ഞു വരണേന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികളിൽ ഞാൻ കൂടുതൽ ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിലും ഇല്ലേ, ഈ കോമ്പറ്റീഷൻ ഹെൽത്തി ആണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ അവര് ജയിച്ചില്ലെങ്കിൽ അവരത് അവരുടെ കുറ്റാണ്, അവര് ഗുഡ് ഇനഫ് അല്ല എന്നുള്ള രീതിയിലേക്ക് പോണുണ്ട് മനസ്സ്. അവര് ദേ ആർ ടു ഹാർഡ്. നമ്മള് ചീത്ത പറഞ്ഞ് ഇങ്ങനെ ഒന്നും ആക്കണ്ട, അവര് തന്നെ ദേ ആർ ടു ഹാർഡ് ഓൺ ദംസെൽസ്. അതാ ഞാൻ പറഞ്ഞ സ്ട്രെസ് ഫാക്ടർ ആയിട്ട് അത് മാറുന്നുണ്ട് ചിലപ്പോ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ദിവ്യ ഒരു ടീച്ചറും കൂടിയാണ്, എത്രയോ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം കുട്ടികളുടെ ആ ഒരു മാനസികാവസ്ഥ അവരെങ്ങനെയാ അത് ഫീൽ ചെയ്യണമെന്ന് ചിലപ്പോൾ ദിവ്യക്ക് അത് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. ഒരു അമ്മയാണ്, ഒരു ടീച്ചറും ആണ്. അപ്പൊ അതെങ്ങനെ കുട്ടികളിലൂടെ, അപ്പം അവിടെ ആണെങ്കിലും ഡാൻസിന്റെ കോമ്പറ്റീഷൻസിന് ദിവ്യയുടെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകാറുണ്ടോ? ഇനിഷ്യലി ഒക്കെ നമ്മൾ കൊണ്ടുപോയിരുന്നു, പക്ഷെ അതിനുശേഷം നമ്മള് വേറൊരു അപ്രോച്ച് എടുത്തു ഞാൻ കോൺഷ്യസ്ലി. കാരണം ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ഇപ്പൊ എൻ്റെ അടുത്ത് 5 വയസ്സിൽ വന്ന കുട്ടികളുടെ ഒക്കെ ഇപ്പോ ഓൾമോസ്റ്റ് കല്യാണം ആയി, ഇപ്പോ കല്യാണം കഴിച്ച അങ്ങനെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ 21 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പൊ ചെറിയ കുട്ടികളെ തൊട്ട് കാണുമ്പോ നമ്മള് കാണുകയല്ലേ, വീക്ക്ലി വൺസേ കാണുന്നുള്ളൂ, എന്നാലും കാണുകയല്ലേ ഇത്രയും വർഷം. അപ്പൊ നമുക്ക് ആ ഒരു ഡൗൺ കാണാം അവരുടെ കോൺഫിഡൻസ് ചിലപ്പോ ഒന്നൊന്ന് ഷേക്കൺ ആവണത് ഇങ്ങനത്തെ. അപ്പൊ ഞാന് കൂടുതൽ ഇവരെ പെർഫോമൻസ് ഓറിയന്റഡ് ആക്കിയിട്ട് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി, കോമ്പറ്റീഷൻ ഓറിയന്റഡ് അല്ലാണ്ട്. പക്ഷെ എന്താ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ, അതായത് ഇപ്പൊ ഒരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ ഫാമിലീസ് ഉണ്ട്. ഇപ്പൊ നാമസങ്കീർത്തനം നടത്തുന്ന ഫാമിലീസ്, പൂജ നടത്തുന്ന,
ഇതിനൊക്കെ ശരിക്കും നമ്മുടെ ആചാരപ്രകാരം പറയുമ്പോൾ, അതായത് നമ്മുടെ വിശ്വാസപ്രകാരം നമുക്ക് ഗീതം സമർപ്പിക്കാം, നൃത്തം സമർപ്പിക്കാം, എല്ലാ പൂജ സിറ്റുവേഷനിലും നമുക്ക് സമർപ്പിക്കാം. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലൊരു പൂജ നടക്കണമെങ്കിൽ ഒരു ഡാൻസ് ചെയ്യിപ്പിക്കുക കൊച്ചിനെ കൊണ്ട്. അപ്പൊ അങ്ങനെ അവരെ പെർഫോമൻസ് ഓറിയന്റഡ് ആക്കി. അപ്പൊ അതുകൊണ്ട് എന്താ, പെട്ടെന്നൊരു കോമ്പറ്റീഷൻ വന്നാൽ ഇവര് പലയിടത്തും കളിക്കണമുണ്ട്, ആ ഒരു കോൺഫിഡൻസ് ഇവർക്ക് വേറൊരു സ്റ്റേജ് ആയി അത്. സോ അങ്ങനെ ഒരു അപ്രോച്ച് എടുത്തു ഞാൻ കുറെ നാള് കഴിഞ്ഞിട്ടാട്ടോ. ഇമ്മീഡിയറ്റ് ഒന്നും ഇതൊക്കെ ഇപ്പൊ ആഫ്റ്റർ 21 years എനിക്ക് ഇരുന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ 5-6 yearsൽ ഇത് നന്നായിട്ടിരുന്ന കുട്ടികളാണല്ലോ. 5 വയസ്സിൽ ചേർന്നൊരു 10-12 വയസ്സൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പ്രോഗ്രസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഡൗൺ ആണ്, കോൺഫിഡൻസ് ഇല്ല, പെട്ടെന്ന് നിന്ന നിപ്പില് കണ്ണു നിറയുക, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ വിചാരിച്ചു വന്നാ ഇതായിരിക്കും അങ്ങനെ. അപ്പൊ പേരൻസ് തന്നെ ആണെങ്കിലും പിള്ളേര് കളിച്ച് കാണണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് വന്നു മിക്കവാറും എല്ലാവരും. ഒരു മെന്റാലിറ്റി അങ്ങനെ ആയി മാറി. കുട്ടികൾ പെർഫോം ചെയ്ത് കാണുക എന്നുള്ള, അവർക്ക് അതാണ് നിറവ്, മനസ്സിന് സന്തോഷം. അപ്പൊ നമ്മൾ എവിടെ പ്രോഗ്രാമിന്റെ എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് രജിസ്ട്രേഷൻ എന്തുണ്ടെങ്കിലും വോളണ്ടിയർ ബേസ്ഡ് ആണെങ്കിൽ ഒട്ടനെ നമ്മള് അങ്ങനെ ഒരു 7-8 സ്ഥലങ്ങളിൽ വർഷത്തില് ഒരു കുട്ടിക്ക് കളിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു 3-4 yearsൽ നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് പ്രസൻസ് ആ കൊച്ചിനുണ്ടാകും. ഇനി നമുക്ക് അമ്മയുടെ ഒരു വിശേഷത്തിലേക്ക് വരാം. അമ്മ ഭാവൻസിലെ ടീച്ചറാണ്, ദിവ്യ പഠിച്ചതും ഭാവൻസിലാണ്. അപ്പോ അതൊരു ഡിഫറെന്റ് ഒരു ഫീൽ തന്നെയാണ്. ചായ കുടിച്ചോളൂ കേട്ടോ. നമ്മുടെ അമ്മ അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ദിവ്യനെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ടോ? ഓ, അങ്ങനെ ഒരു ഭാഗ്യം. അപ്പൊ എന്നാലും നമ്മുടെ സ്കൂളിലും നമ്മുടെ ചുറ്റുവട്ടത്തും അമ്മ ഇവിടെ ഉണ്ട്. വീട്ടിൽ വരുമ്പോഴും അമ്മ ടീച്ചറുമാണ്, അമ്മയാണ്. ആ ഒരു ഫീൽ എങ്ങനെയാ ദിവ്യ? അല്ല, അത് എന്താ പറയാ, അമ്മ ഓൾറെഡി ടീച്ചറായിരുന്നു. ഞാൻ ഓർമ്മ വെച്ച നാളെ മുതൽ അമ്മ അവിടെ വർക്ക് ചെയ്യാണ്. അപ്പോ അമ്മ പഠിപ്പിച്ച ക്ലാസ്സിന്ന് ആണ് നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ടാണ് എന്നെ പ്രസവിച്ചതൊക്കെ, അങ്ങനെയൊക്കെ. അപ്പോ അമ്മ ടീച്ചറാണ്. ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ടേ അമ്മ ടീച്ചറാണ്. അപ്പൊ അവിടത്തെ എല്ലാ ടീച്ചേഴ്സും ഞാൻ ഉമാ മിസ്സിന്റെ മോളാണ്. അപ്പൊ അത് കൺസെഷൻ ദിവ്യക്ക് എപ്പോഴും കിട്ടുന്നുണ്ടായിരുന്നോ? കൺസെഷനും ഉണ്ട്, പിന്നെ ആ ഒരു എന്താ പറയാ, ഓൾവേസ് അണ്ടർ ദ വാച്ച്, സർവൈലൻസിലാണ്. സാധാരണ പിള്ളേരൊക്കെ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ ഒരു നോട്ട് ഡയറിയിൽ എഴുതും, പിന്നെ അത് പേരൻസിനെ കൊണ്ട് ഒപ്പിടണം, അങ്ങനെയൊക്കെയല്ലേ. ഇതങ്ങനെയല്ലേ. ഇത് അടുത്ത് ആ പീരീഡ് കഴിയുമ്പോ തന്നെ സ്റ്റാഫ് റൂമിൽ മെസ്സേജ് കിട്ടും, ഉടനെ എന്നെ വിളിച്ചു ചോദിക്കും. അപ്പോ പക്ഷെ ഞാൻ സിനിമ ചെയ്യാൻ പോയ സമയത്തൊക്കെ അമ്മ തന്നെ അറേഞ്ച് ചെയ്തിട്ടാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും നോട്ട്സ് എഴുതാനും ടീച്ചേഴ്സ് എക്സ്ട്രാ ട്യൂട്ടറിങ് തരാനും ഒക്കെ ആയിട്ട് അതിനൊക്കെ റിസോഴ്സസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയാം അമ്മയുടെ ട്രെയിനിങ് എങ്ങനെയാണെന്നുള്ളത് അറിയാം. ഞാൻ സംസ്കൃതമല്ല, അമ്മ സാൻസ്ക്രിറ്റാ പഠിപ്പിച്ചത്. ഞാൻ മലയാളമാണ് എടുത്തത്. ഓ, അത് കോൺഷ്യസ്ലി എടുത്തതാണോ? അതെ അതെ, അത് ഞാൻ കോൺഷ്യസ്ലി. എനിക്ക് അമ്മയുടെ സംസ്കൃതം പഠിക്കണ്ട അതുകൊണ്ടല്ല, അതായത് ഒന്നാമത് മലയാളം എന്താ പറയാ, ഈ കോമ്പറ്റീഷൻസിനും ഇതിനൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷന് വേണ്ടി മലയാള ഭാഷ അറിയണം എന്നുള്ളത് കൊണ്ട്. പിന്നെ ഇതുപോലെ തലേ ദിവസം പ്രോഗ്രാമിനൊക്കെ നമ്മളോട് ഉണ്ടാവും. പിറ്റേ ദിവസം വന്നിട്ട് ചോദിക്കും, എന്താണ് ഹോംവർക്ക് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാനേ അതെന്താ അറിയില്ലേ, കണ്ടതല്ലേ, അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ മിണ്ടാണ്ട് നിൽക്കും. ഒരേ സമയം അമ്മയാവും, ഒരു സെക്കൻഡില് ടീച്ചറിനെ നമ്മളവിടെ കാണുകയാണ് അല്ലേ. അങ്ങനത്തെ അല്ല, പിന്നെ അമ്മയുടെ തന്നെ ഡിസിഷൻ ആയിരുന്നു മലയാളം എടുക്കാന്നുള്ള. ദിവ്യ ഇന്നിപ്പോ ഇവിടെ ഇരിക്കുമ്പോഴും ഇപ്പൊ അമേരിക്കയിൽ നിന്ന് എത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായി, ഈ പ്രാവശ്യം ഒരു 2 months വെക്കേഷൻ ഇങ്ങനെ വരുമ്പോഴും അവിടുത്തെ സ്റ്റുഡൻസിനും ക്ലാസ്സസ് ഒന്നും മിസ് ചെയ്യാണ്ട് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു എഫേർട്ട് എടുത്ത് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. ഇന്നിപ്പോ നമ്മുടെ ഈ ഒരു കോവിഡിന് ശേഷം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം അതുപോലെ അതൊക്കെ നമുക്ക് ഒരുപാട് ടെക്നോളജി നമുക്ക് തരുന്ന ഒരു ഇതാണ്. ഇത്രയും ദൂരെ നിന്നാലും കുട്ടികൾ ഇതിനകത്തുനിന്ന് മാറിട്ട് നിൽക്കാതെ നമുക്ക് അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും നമുക്ക് ഓൺലൈനിലൂടെ എങ്കിലും അവർക്ക് ക്ലാസ് എടുത്ത് അത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഉള്ളി തിങ് ഇപ്പൊ ദിവ്യക്കുള്ള ടൈം ഡിഫറൻസ് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവുക. അപ്പൊ ഈ ടൈം ദിവ്യക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോ ഒക്കെ? അല്ല, ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് ആക്ച്വലി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്.
കാരണം ഇതിനു മുമ്പ് അതായത് കോവിഡ് തൊട്ടിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വന്നത്. അതിന് മുമ്പൊന്നും അതെ, നമ്മള് ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ. നമ്മൾ ഈ ക്ലാസിക്കൽ മ്യൂസിക് പലരും സ്കൈപ്പ് വഴി പഠിക്കുന്നത്. അന്നൊരു സ്കൈപ്പേ ഉള്ളൂ. അതെ, അത് കഴിഞ്ഞിട്ട് കോവിഡ് കഴിഞ്ഞിട്ടാണ് ഈ സൂമും ഗൂഗിൾ മീറ്റും ഒക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങിയത് അതെ, കേട്ടോ. ഞാൻ എല്ലാരും അതെ, ലോകം കൂടുതലായിട്ട് അറിഞ്ഞു തുടങ്ങിയത് ടീംസും കാര്യങ്ങളും എല്ലാം വന്നു. അപ്പൊ അന്ന് നമ്മൾ തുടങ്ങിയതാ. കാരണം നമുക്കറിയില്ല എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. എന്റെ തലയിൽ ഇങ്ങനെ അയ്യോ എത്ര ബ്രേക്ക് എടുക്കും, എത്ര നാൾ എന്ത് ചെയ്യും. പിന്നീടാണ് ഈ വെർച്വൽ ക്ലാസ് റൂമും അതും ഇതൊക്കെ പഠിച്ച്. അപ്പൊ ഞാൻ ആക്ച്വലി വളരെ ഗ്രേറ്റ്ഫുൾ ആണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത്. പക്ഷെ അത് നമ്മൾക്ക് ഇൻ പേഴ്സൺ വരുന്ന കുട്ടികൾക്കാണ് പറ്റുള്ളൂ. കാരണം എനിക്ക് ആ കുട്ടികളെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയണ ബിഗിനേഴ്സിന്. പക്ഷെ അഡ്വാൻസ്ഡ് ആർക്കാണെങ്കിലും ഓൺലൈൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആളുകൾ ഇപ്പൊ പഠിച്ചു തുടങ്ങി എങ്ങനെയാണെന്നുള്ളത്. കുട്ടികൾ നമ്മളെക്കാളും സ്മാർട്ട് ആണല്ലോ. അവർക്ക് അത് എങ്ങനെ ടെക്നോളജി കറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്യണമെന്നും അവരത് പെട്ടെന്ന് ആ സിസ്റ്റമായിട്ട് അവരങ്ങ് അഡാപ്റ്റ് ആയി പെട്ടെന്ന് ചെയ്യും അല്ലെ. ദിവ്യക്ക് ഇപ്പം കുട്ടികൾക്കാണെങ്കിലും ഞാനിപ്പോ ചെസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് അതൊക്കെ നമ്മള് ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ടോ? ഓൺലൈൻ അവര് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഇവിടെ നിന്നുള്ള ഗുരുക്കന്മാരാണോ? ചിലപ്പോ ഇവിടെ, അല്ലെങ്കിൽ ചിലപ്പോ അവിടെ തന്നെ. ഇതുപോലെ ഇപ്പൊ നമ്മൾക്ക് വേറെ സിറ്റിന്ന് വേണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു വലിയൊരു ലോകം തുറന്ന് കിട്ടി. എനിക്ക് എന്താന്ന് വെച്ചാൽ ഇപ്പോ ഞാൻ പെർഫോമിംഗ് ആർട്ടിസ്റ്റും കൂടെ ആയതുകൊണ്ട് എനിക്കിപ്പോ പെർഫോമൻസസ് വന്നാൽ എന്റെ ടീച്ചിങ് റെസ്പോൺസിബിലിറ്റിയിൽ ഞാൻ ഫുൾഫിൽ ചെയ്യുന്നില്ലേ എന്നുള്ള ആ ഒരു ശങ്ക മാറ്റാനായിട്ട് ഇതൊരു നല്ല ടൂളായി. കാരണം എനിക്ക് എവിടെയാണെങ്കിലും ഇപ്പൊ ഞാൻ അവിടെ തന്നെ വേറെ സ്റ്റേറ്റ്സിൽ പ്രോഗ്രാംസിന് പോകുമ്പോ ശനിയാഴ്ച വൈകുന്നേരം പ്രോഗ്രാമിങ് ഞാൻ രാവിലെ തൊട്ട് ക്ലാസ് എടുത്തിട്ട് പ്രോഗ്രാമിന് റെഡിയായി എനിക്ക് പെർഫോം ചെയ്യാം. അപ്പൊ ഓൺലൈൻ ക്ലാസ് ഞാൻ അങ്ങനെ ക്ലാസ്സുകൾ മുടക്കാണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ വരുമ്പോ ശരിയാണ് ആ ടൈം. ഇപ്പോ അവിടത്തെ 4 മണി എന്ന് പറയുമ്പോ ഇവിടുത്തെ വെളുപ്പിന് 3:30 മണി. നേരത്തെ എഴുന്നേറ്റ് നിന്ന് എടുക്കണം. പക്ഷെ അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ചാൽ എന്റെ വെക്കേഷൻ ഡെയിലി ആക്ടിവിറ്റീസിനെ അത് ബാധിക്കുന്നില്ല. കാരണം എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോ 6:30-7 മണി ആകുമ്പോഴത്തേക്കും എന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്ക് ഫുൾ ഡേ ഞാൻ ഫ്രീ ആണ്. നമ്മുടെ ഡ്യൂട്ടിയും അവിടെ ബ്രേക്ക് ആവുന്നില്ല. അതൊക്കെയാണ് ഈ ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയൊരു ഇത്. ഇപ്പൊ നമ്മുടെ തന്നെ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത് ടീച്ചിങ് കാർട്ടാണ്. അവരെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് ട്യൂഷൻസ് എടുത്തു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവരുടേത്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് ഓരോ കുട്ടികൾക്കും അവർ കൊടുക്കുന്നത്. KG മുതൽ 12 വരെയുള്ള ക്ലാസ്സിലുള്ള കുട്ടികൾക്കെല്ലാം അവർ എല്ലാ സബ്ജക്ട്സിനും ഉണ്ട് അവർക്കെല്ലാം. അപ്പം നമ്മളെപ്പോലെ ഇങ്ങനെ ബിസി ആയിട്ടുള്ള അമ്മമാരുണ്ടെങ്കിലോ വർക്കിംഗ്, ഇപ്പം എല്ലാ ലേഡീസും തന്നെ അവരുടെ എല്ലാവരും വർക്കിംഗ് ആയിരിക്കുമല്ലോ. അപ്പൊ കുട്ടികളുടെ സ്റ്റഡീസിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല, അവർക്ക് കുട്ടികളെ ട്യൂഷന് കൊണ്ടേയാക്കുക, ഇതൊക്കെ അതിനൊക്കെ സമയം കാണണ്ടേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം ഇപ്പൊ നമ്മുടെ ആർട്ട് ഫോം ഡാൻസിൽ മാത്രമല്ല, ഇപ്പൊ സ്റ്റഡീസിന്റെ കാര്യത്തിലും എല്ലാം ഈ ഓൺലൈൻ പല രീതിയിലും ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ഈ ഒരു കാര്യത്തില്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റഡീസ് ഇതിപ്പം ദിവ്യക്കാണെങ്കിലും അവിടെ നിന്നിട്ടുണ്ട് ദിവ്യയുടെ കുട്ടികളെ ആണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അക്കാഡമിക്സിന്റെ സൈഡിൽ ഇപ്പൊ മോൾക്ക് അവളെ മലയാളം പഠിപ്പിക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ടീച്ചിങ് കാർട്ട് ഓർത്ത് വെച്ചാൽ മതി. ഇവരുടെ വക ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അങ്ങനെ ഒന്ന് ഇവിടെ ഓപ്പൺ ആയി നിൽക്കുന്നുണ്ട്. അതെ അതെ, അല്ല അത് വളരെ ബെനിഫിഷ്യൽ ആണ്. അവിടുത്തെ ഒരുപാട് സ്റ്റുഡൻസും പറയണ കേൾക്കാം. അവിടെ പഠിപ്പിക്കുന്ന ഇപ്പൊ മാത്തിലാണെങ്കിലും കോൺസെപ്റ്റ്സിന്റെ വ്യത്യാസം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന രീതി ഇവിടെ ഇവിടുന്ന് ഉള്ള അതായത് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തെ വ്യത്യാസം. അവിടെയുള്ള ടീച്ചേഴ്സും നല്ലോണാണ് പറയുന്നത്. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ഡീകൺസ്ട്രക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോ ഒരുപാട് പേര് ഇങ്ങനത്തെ സർവീസസ് അവൈൽ ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ കുറെ എന്താ പറയാ കുറെ ആൾക്കാർ ഇതേപോലെ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ ടീച്ചിങ് കാർട്ടൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. വാർഡ് നൈറ്റിന് ഒരു പീകോക്കിന്റെ ഡാൻസ്, വിനീതിന്റെ കൊറിയോഗ്രാഫിയും ഡയറക്ഷനും ഒക്കെ ആയിരുന്നു. അപ്പൊ അതിനുശേഷം വിനീത് പറഞ്ഞു, ഞാൻ അറിഞ്ഞു ഇങ്ങനെ ലാലേട്ടന് ഇഷ്ടപ്പെട്ടിരുന്നു, ചിത്ര ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ. അങ്ങനെയൊക്കെ അപ്പൊ അല്ല നമുക്ക് അദ്ദേഹത്തെ പറ്റി അറിയാലോ. കാരണം വളരെയധികം സംഗീതവും നൃത്തവും എല്ലാ കലകളും പുള്ളിയുടെ കളക്ഷൻസും എല്ലാം നമ്മൾ അദ്ദേഹത്തിന്റെ എല്ലാം കണ്ടിട്ടുള്ളതാണ്.